ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ തന്നെ ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ചെർലാപ്പള്ളി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അർച്ചന ഇൻഡസ്ട്രീസ് എന്ന സംരംഭത്തിന്റെ സാരഥിയായിട്ടുള്ള അലക്സ് സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. അലക്സ് യോഹന്നാൻ. സാറ് മീൻസ് എന്താ പറയാ, ഒരു 46 വർഷം 47 വർഷമായി, 4.5 പതിറ്റാണ്ടിന് മേലെ. കുട്ടിക്കാലത്ത് മീൻസ് പഠിച്ചതൊക്കെ എവിടെയാണ്? കൊല്ലത്ത്? ഞാൻ കൊല്ലം പാങ്ങോട്, ഞങ്ങൾക്ക് പുത്തൂരും. ഓക്കെ. ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10ാം ക്ലാസ് അവിടെ വെച്ച് 77 പാസ്സായി. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് മെക്കാനിക്കൽ. സാർ എന്ത് പറ്റി ഈ ഒരു മെക്കാനിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ എന്തായിരുന്നു? കൊച്ചുപരുവം തൊട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയതൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും അന്നും എൻ്റെ മൈൻഡിലൊരു വിഷൻ ഉണ്ടായിരുന്നു. മെക്കാനിസം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അഡ്മിഷൻ കിട്ടിയപ്പോൾ ബ്ലാക്ക് സ്മിത്ത് എനിക്ക് പറയാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അന്ന് മെഷീനിസ്റ്റായിട്ടാണ് അപ്ലൈ ചെയ്തത്. കിട്ടാഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നിന്നെ അതിനപ്പുറത്തോട്ട് എനിക്ക് മാർഗ്ഗമൊന്നുമില്ല, നീ പോയി ടൈപ്പും ഷോട്ടും ഒക്കെ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഒരു മാസം ചെയ്തപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റാതായി. പിന്നെ ഞങ്ങളുടെ അപ്പച്ചൻ ഇത്തിരി ശൂര സ്വഭാവമുള്ളവനായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനി നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പൻ്റെ ഒരു 100 രൂപയും മോട്ടിച്ച് നാട് വിട്ടു. 18ാം തീയതി ആയപ്പോഴത്തേക്ക് ഒരു 150 രൂപ അപ്പൻ മണി ഓർഡർ ചെയ്തു എന്നെ തിരിച്ചയക്കാൻ വേണ്ടി. അതും വാങ്ങിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോയി റൂം എടുത്ത് 25 രൂപ കൊടുത്ത് റൂം എടുത്ത് അങ്ങനെ ഒറ്റയ്ക്ക് വാടകയ്ക്ക് റൂം എടുത്തു. എൻ്റെ ജ്യേഷ്ഠനെയും ഞാൻ കൂടെ വിളിച്ചുകൊണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ പുള്ളിയെ എൻ്റെ കൂടെ കൊണ്ട് താമസിപ്പിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ കിട്ടിയത് കൊണ്ട് ജീവിച്ച്. എനിക്ക് മെക്കാനിസം പഠിക്കാനാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അന്നും ഞാൻ ശമ്പളമല്ലാന്ന് നോക്കിയത് വന്ന സമയത്തും കിട്ടിയ ഡെയിലി 1 രൂപ 30 രൂപ ശമ്പളം തന്നൊരു മാസം. 85 തന്നെ സ്വന്തമായിട്ട് ആദ്യത്തെ സംരംഭത്തിലൂടെ നമ്മൾ കാഴ്ചവെടി എടുത്ത് വെച്ചു. ആദ്യത്തെ ആ ഒരു മീൻസ് സ്റ്റാർട്ടിങ് സമയമൊക്കെ സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഭാഷ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഭാഷ പഠിക്കാൻ പറ്റും. പ്രായം ചെറുതായതുകൊണ്ട് ഭാഷ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആദ്യം ഇവിടെ ഒരു ലോക്കൽ റഫീഖ് എന്ന് പറഞ്ഞൊരു പുള്ളിയോട് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങി. 1 ഇയർ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ സ്വന്തമായിട്ട്. ഇന്നിപ്പോൾ നിലവിൽ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ തരം സർവീസസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? എൻ്റെ ആക്ച്വലി ഞാൻ ഡിഫൻസിന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. NSTL വൈസാഖ് നേവൽ സയൻസ് ടെക്നോളജി ലാബ് എന്ന് പറഞ്ഞൊരു. അതിന് അവരുടെ ഈ റഡാർസിൻ്റെ ഒക്കെ അവർ ഐറ്റംസിൻ്റെ പാർട്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെനിക്ക് 2 അവാർഡുണ്ട്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൂടുതലും ഈ ബോർവെൽ, കുഴൽ കിണർ, വെള്ളം ഉണ്ടാക്കുന്നതിനും മൈനിങ്ങിന് ഉപയോഗിക്കുന്ന ബിറ്റ്, ഹാമർ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു ഫാർമയുടെ ഒരു സബ് യൂണിറ്റ് തൊട്ടടുത്തുണ്ട്. മെഡിസിൻസ് ഉണ്ടാക്കുന്നവർക്ക് അവർ നിറയ്ക്കുന്ന ട്യൂബ്സ്. പിന്നെ ഫാദർ റോൾ മോഡലാണ് ഞങ്ങൾക്ക്. എന്ത് വന്നാലും ധൈര്യം തരും. ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മാതാപിതാക്കൾ തന്നെ. പക്ഷെ എന്നാലും ഫാദർ സ്റ്റാർട്ടിങ്ങിന് നല്ല ടെറർ ആയിരുന്നല്ലോ. ഒരുപാട്. ഫാദർ എന്തായിരുന്നു മീൻസ്? കൃഷിയും കാര്യങ്ങളും. കൃഷി തന്നെയാണ്. ഓക്കെ. ഫാദറിന്റെ പേരാ? യോഹന്നാൻ. അമ്മച്ചിയുടെ പേരാ? തങ്കമ്മ. പിന്നെ സഹോദരങ്ങള്? എൻ്റെ ചേട്ടൻ്റെ പേര് വർഗീസ്, എൻ്റെ പേര് അലക്സ്, എൻ്റെ അനിയൻ്റെ പേര് ലേവ്യച്ചൻ, എൻ്റെ പെങ്ങളുടെ പേര് ഓമന. എനിക്ക് 2 മക്കളായിരുന്നു. അതിലൊന്നാണ് ഈ കാണുന്നത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച എൻ്റെ മകള്. അതോടുകൂടി ലൈഫിന് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റും. ജീവിതം ഇത്രയേ ഉള്ളൂ, പൈസ കൊണ്ട് നേടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. മകൾക്ക് അന്ന് എത്ര വയസ്സായിരുന്നു? അന്ന് 11 വയസ്സ്. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ 11 ഇടയ്ക്കുള്ള പ്രായം. പേര്? ആൻസി. അവിടെ പേരിലാണ് എൻ്റെ സിനിമ ബാനർ, ആൻസി ആർട്ട് ക്രിയേഷൻ. ഞാൻ താമസിക്കുന്ന റോഡിൻ്റെ പേര് ആൻസി ലയൻ. പിന്നെ എല്ലാ വണ്ടിയുടെ പുറകിലും ആൻസി ഉണ്ട്. ആൻസിയുള്ള ജീവിതം എല്ലാ വണ്ടിയിലും ആൻസി ഉണ്ട്. ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നതും ആൻസിയുടെ പപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, ആൻസിയുടെ പപ്പ. പിന്നെ ഞങ്ങളിവിടെ സെറ്റാവാനുള്ള ഏറ്റവും വലിയ കാര്യവും എൻ്റെ മോള് മരിച്ച് ഇവിടെ അടക്കിയത്, ഇവിടെ സെമിത്തേരിൽ ഇവിടെ അടക്കിയത്. അങ്ങനെ മറ്റുള്ളവരെയൊക്കെ 2010 ഓരോരുത്തരെയും സെറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് ഇനി ഇവിടുന്ന് ആരും പോകത്തില്ല തീരുമാനിച്ചു. എല്ലാവരും ഇവിടെ തന്നെ. മകന് രണ്ട് മക്കൾ. മകന് പിന്നെ M.Tech മെക്കാനിക്കൽ പഠിച്ചു. മകന്റെ പേര് അലക്സ് ജോസഫ് എന്നായിട്ടേക്കുന്നത്. അലക്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് എ ആദ്യം വരാൻ വേണ്ടി എൻ്റെ പേര് എടുത്ത് ഫ്രണ്ടിലിട്ട് അങ്ങനെ സ്കൂളിൽ 10th സർട്ടിഫിക്കറ്റ്. അറിയപ്പെടുന്ന ഫാദറിന്റെ നെയിമിലാണ്. മകന് 2 മക്കളാണ്. അവരുടെ 2 പേരുകള്? ഒന്ന് അലീന മൂത്ത മോള്, ആൻഡ്രിയ രണ്ടാമത്തെ മോള്. അവർ 2 പഠിക്കാണോ? പഠിക്കുന്നുണ്ട്. എൻ്റെ മരുമകള് BDS ഡോക്ടറാണ്. മരുമകളുടെ പേര്? മരുമകളുടെ പേര് അനുഷ. ഒരു വിജയ രഹസ്യം എന്താണ്? ഹാർഡ് വർക്ക്.
പേഴ്സണലി ആരെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിലും വിജയത്തിന്റെ രഹസ്യം ഒരു സ്ത്രീ മാത്രമാണ്. പക്ഷേ സാറിന്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ 3 സ്ത്രീകളാണ്, അമ്മ, വൈഫ്, മകള്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വിഷൻ ആൻഡ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്.